ഹായ് നമസ്കാരം. നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട്, സ്വന്തം ശരീരത്തെപ്പറ്റി നമുക്കെല്ലാം അറിയാമെന്ന്, അല്ലേ? പക്ഷേ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ വിട്ടുകളഞ്ഞ ഒരു ഭാഗമുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ആ ഒരു രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. പ്രശസ്ത എഴുത്തുകാരിയായ ഡോക്ടർ എമിലി നാഗോസ്കി ഇതിന് വിശേഷിപ്പിക്കുന്നത് എന്താണെന്നോ? ലൈംഗികാനുഭൂതിയുടെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ എന്ന്. ആ ഒരൊറ്റ വാക്ക് തന്നെയുണ്ട് എല്ലാം. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യമെന്ന് നമുക്ക് വഴിയേ മനസ്സിലാക്കാം. അപ്പോ ഈ ഒരു യാത്രയില് നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാകും നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇതിനെ ആനന്ദത്തിന്റെ ഒരു കേന്ദ്രം എന്ന് വിളിക്കുന്നതെന്നറിയാം. പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആ ചെറിയ മുഴ എന്ന ധാരണയങ്ങ് പൊളിച്ചെഴുതും. എന്നിട്ട് ശരീരത്തിനുള്ളിലെ അതിന്റെ ശരിക്കുമുള്ള രൂപം കണ്ട് നമ്മളൊന്ന് ഞെട്ടും. അതിന്റെ ഒരേ ഒരു ജോലി എന്താണെന്ന് മനസ്സിലാക്കും. അവസാനം ഈ അറിവ് നമുക്ക് തരുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അതിനെക്കുറിച്ചും സംസാരിക്കും. റെഡിയല്ലേ? നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ ആനന്ദത്തിന്റെ കേന്ദ്രം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപം തെളിയുന്നുണ്ടാകും, അല്ലേ? എന്നാൽ ആ പൊതുവായ ധാരണ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സാധാരണയായി നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് ഇത് വെറുമൊരു ചെറിയ മുഴയാണെന്നാണ്. പക്ഷേ ആ ധാരണ എത്രത്തോളം ശരിയാണ്? നമ്മളിൽ പലരും സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നോ ഒക്കെ കേട്ടു പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ്: വൾവോയുടെ മുകൾ ഭാഗത്തായി കാണുന്ന ഒരു ചെറിയ മുഴ. ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെ തന്നെയാവും കരുതിയിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ യഥാർത്ഥ ചിത്രം ഇതിൽ നിന്നും ഒരുപാട് വലുതാണ്. അപ്പോ എന്താണിതിന്റെ ശരിക്കുമുള്ള രൂപം? നമ്മൾ പുറമേ കാണുന്നതിനും അപ്പുറം ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോ ബയോളജിക്കലായി എന്താണ് യാഥാർത്ഥ്യം? നമ്മൾ കേട്ടറിഞ്ഞ ആ കുഞ്ഞൻ മുഴ ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ? നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഘടന ശരിക്കും ഒരു മഞ്ഞുമല പോലെയാ. നമുക്ക് പുറമേ കാണാൻ പറ്റുന്ന ആ അറ്റമാണ് ഗ്ലാൻസ്. ഇത് പുരുഷന്മാരുടെ ലിംഗത്തിന്റെ അഗ്രഭാഗം പോലെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. ഇനി നമുക്ക് ആ മഞ്ഞുമലയുടെ താഴോട്ട്, അതായത് ശരീരത്തിനുള്ളിലേക്ക് പോകാം. അവിടെ ക്രൂര എന്ന് പറയുന്ന 2 കാലുകളുണ്ട്. ഇതൊരു വൈ ഷേപ്പിൽ ശരീരത്തിനുള്ളിലേക്ക് ആഴത്തിലിറങ്ങിക്കിടക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഭാഗം, യോനി നാളത്തിന്റെ 2 സൈഡിലുമായി ബൾബുകൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതും ഈ ക്ലിറ്റോറിസിന്റെ ഭാഗം തന്നെയാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ വെളിയിൽ കാണുന്നത് ഈ ഭയങ്കര വലിയൊരു അവയവത്തിന്റെ ഒരു കുഞ്ഞറ്റം മാത്രാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഇതിന്റെ മുഴുവൻ ഘടനയും യോനിയുടെ ഭാഗങ്ങൾ വരെ പടർന്നു കിടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് ക്ലിറ്റോറിസ് ഒരു ചെറിയ മുഴയല്ല, മറിച്ച് ശരീരത്തിനുള്ളിൽ പടർന്നു കിടക്കുന്ന വളരെ ശക്തമായ ഒരു അവയവമാണ്. ഇത്രയും സങ്കീർണമായ ഒരു ഘടനയ്ക്ക് ഒരൊറ്റ ജോലി മാത്രമേയുള്ളൂ: സംവേദനം, അതായത് സെൻസേഷൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഹോമോളജി എന്നൊരു വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ഹോമോളജി? സിമ്പിളായി പറഞ്ഞാൽ, ഒരേ മെറ്റീരിയൽ വെച്ച് 2 വ്യത്യസ്ത സാധനങ്ങൾ ഉണ്ടാക്കുന്നതുപോലെയാണ്. ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ ഒരേ തരം കോശങ്ങളിൽ നിന്നാണ് ക്ലിറ്റോറിസും ലിംഗവും ഉണ്ടാകുന്നത്. പക്ഷേ വളർന്നു വരുമ്പോൾ അവയുടെ രൂപവും ജോലിയും അങ്ങ് മാറും. ഈ ഒരു താരതമ്യം നോക്കൂ. ക്ലിറ്റോറിസിന് ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ: സംവേദനം. അതേസമയം ലിംഗത്തിന് 4 ഫംഗ്ഷനുണ്ട്: സംവേദനം, പ്രവേശനം, സ്ഖലനം, പിന്നെ മൂത്രവിസർജനം. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? പ്രകൃതി ക്ലിറ്റോറിസിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനു വേണ്ടിയാണ്: ആനന്ദം. ഇനി കേട്ടാൽ ഞെട്ടുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പുറമേ കാണുന്ന ഭാഗം ഇത്രയുള്ളൂ എന്നല്ലേ പറഞ്ഞേ? പക്ഷേ ഒരു പുരുഷലിംഗത്തിലുള്ളതിന്റെ ഏതാണ്ട് ഇരട്ടി നെർവ് എൻഡിങ്സ്, അതായത് നാഡീതന്തുക്കൾ ഈ ചെറിയ ഭാഗത്തുണ്ട്. സംഗതി കിട്ടിയോ? അതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം സെൻസിറ്റിവിറ്റി വരുന്നത്. അപ്പോ ഈ അറിവുകൊണ്ടൊക്കെ എന്താ ഗുണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? സ്വന്തം ശരീരത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നത് നമ്മളെ ഒരുപാട് ശക്തരാക്കും, ഉറപ്പാണ്. ക്ലിറ്റോറിസ് മാത്രമല്ല, വേറെയും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. ക്ലിറ്റോറൽ ഹുഡ്, ഇത് പുരുഷന്മാരിലെ ഫോർസ്കിന്നിന് തുല്യമാണ്. അതുപോലെ ഫോർചെറ്റ്, ഇത് പുരുഷന്മാരിലെ ഫ്രെനുലത്തിന് തുല്യമായ നല്ല സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. ഇതൊന്നും പലപ്പോഴും ആരും ശ്രദ്ധിക്കാറേയില്ല. ഈ അവയവങ്ങളെല്ലാം ഒരേ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് ആനന്ദമനുഭവിക്കാനുള്ള ഓരോ വ്യക്തിയുടെയും അവകാശത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ഈ അറിവ് അതൊരു വലിയ ശക്തിയാണ്. അപ്പോ ഈ പുതിയ അറിവ് സ്വന്തം ശരീരത്തെ കൂടുതൽ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നിങ്ങളെ എങ്ങനെയായിരിക്കും സഹായിക്കുക എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ ബൈ.